ഇന്ന് നമുക്കൊരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി. അതിന് വേണ്ടത് ഞാൻ എടുത്തിട്ടുള്ള ജീരകശാല അരി 1.5 കപ്പ് കുതിർത്തി വെച്ചത്, പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു 1/2 കപ്പ് അവൽ, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ച് എടുക്കണം. ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഈ അരിയിൽ പൊതുവേ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്, എണ്ണ കുടിക്കുകയൊന്നുമില്ല. സാധാ നമ്മളെ മൈദപ്പൊടിയിലുള്ള പഴംപൊരി എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് അതിനൊരു ക്രിസ്പി ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ടൈപ്പിൽ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ ഈ അവലിന് പകരം ചോറും നമുക്ക് ഉപയോഗിക്കാം, അവലിടുന്നില്ലെങ്കിൽ ചോറ് ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ബൗളിലിട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. പഴം നല്ല പഴുത്തിട്ടില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. അപ്പോൾ നമ്മളെ മിക്സിങ്ങനെ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരച്ചെടുത്ത മാവിലേക്ക് ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയും ചേർക്കാം. മൈദ മാക്സിമം മൈദയുടെ ഉപയോഗം കുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നല്ല കട്ടയില്ലാതെ നല്ല തിക്കായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ജ്യൂസ് മെഷീനിൽ അടിക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കൽ. നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. റിഫൈൻഡ് ഓയിലിനെയും കാട്ടി പാം ഓയിലിനെയും കാട്ടിയെല്ലാം ഏറ്റവും നല്ലത് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഹെൽത്തിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നല്ല വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല പഴം പൊരിച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ പഴംപൊരിയെല്ലാം നല്ല പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല നമ്മൾ ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ മൈദപ്പൊടി ഉപയോഗിക്കുമ്പോൾ എന്തെന്നൊരു ടേസ്റ്റ് ഇല്ലത്, ഒരു ടേസ്റ്റും ഇല്ല. ഇതാണ് നല്ല സൂപ്പർ പഴംപൊരി. അപ്പോൾ ഇത് 2 ദിവസം വരെ എന്തായാലും കേടാവാതെ നിൽക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.